അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വലിയൊരു സർപ്രൈസാണ്. സർപ്രൈസ് നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക, കഴിഞ്ഞ 2-3 വീഡിയോയിലൊക്കെ ചിലർക്കൊക്കെ കത്തിയിട്ടുണ്ട്, എന്നാൽ ചിലർക്കൊന്നും കത്തിയിട്ടില്ല. അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു ഒഫീഷ്യൽ വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ക്യാനൻ്റെതാ ഈ ഒരു ക്യാനൺ 200D. അത് Mark 2 അല്ല, Mark 1 ആണ്. 4K എന്ന് സപ്പോർട്ട് ചെയ്യില്ല, 1080p ആണ് ഇതിൻ്റെ അകത്ത് മാക്സിമം പറ്റണേ. അന്നത്തെ സമയത്ത് എൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ക്യാമറയാണ്. ആ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനിതൊക്കെ എടുത്ത സമയത്ത് ഒരു ഫ്ലിപ്പ് സ്ക്രീൻ വരുന്ന ഒരു അടിപൊളി ക്യാമറ ആയിരുന്നു ഈ ക്യാനൻ്റെ 200D എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് നല്ല രീതിക്ക് എടുക്കാൻ പറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാമറയും കൂടിയായിരുന്നു അത്. പിന്നെ ആദ്യം ഞാൻ ഇതിനകത്തൊരു കിറ്റ് ലെൻസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു 50mm ക്യാനൻ്റെ തന്നെ ഒരു 50mm സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ടു. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ക്വാളിറ്റി വീഡിയോസ്. നിങ്ങൾ ക്വാളിറ്റി എന്ന് പറയുന്ന സമയത്തും ഈ ഒരു ക്യാമറയിൽ എടുത്തതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷമായി ഇതിനകത്ത് ഞാനൊരു 4 ബാറ്ററി വാങ്ങിച്ചു. അതായത് ക്യാനൻ്റെ തന്നെ ഒറിജിനൽ ബാറ്ററി ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളത് കിട്ടാനില്ല, കാരണം ഈ ഒരു മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് ചെയ്യൂല. അപ്പോൾ ഒരു 20 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് ഒക്കെ മാക്സിമം നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോക്കസിങ് ഇഷ്യൂ ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ഇഷ്യൂ. ഞാൻ ഒരുപാട് നാളായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഒരു 4K ക്യാമറ വാങ്ങണം. 4Kയിലേക്ക് എനിക്കൊരു അപ്ഗ്രേഡ് വേണമെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും 4K പറ്റൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ക്യാമറ അങ്ങ് വാങ്ങിച്ചു. ആ ക്യാമറയുടെ അൺബോക്സിംഗ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ആ ക്യാമറയുടെ അൺബോക്സിംഗ് എടുത്തിട്ടുള്ളത് സോണി A7 III എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമറയിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വായോ. അപ്പോൾ അൺബോക്സിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അൺബോക്സ് ചെയ്ത ക്യാമറ എന്ന് പറയുന്നത് ഇതാണ് സോണി A7C. അതിൻ്റെ കൂടെ തന്നെ ടാമറോൻ്റെ ഒരു 28-75mm f2.8 ലെൻസ്. ഞാൻ ആദ്യം നോക്കിക്കൊണ്ടിരുന്നത് സോണി A7S III വിത്ത് ഈ ലെൻസായിരുന്നു. കാരണം നമ്മുടെ ടെക്ടോക്കിലെ ഹരീഷേട്ടൻ ഉപയോഗിക്കുന്ന ഒരു റിഗാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പല യൂട്യൂബേഴ്സും ഹരീഷേട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ട് ഈ ഒരു മൊത്തത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ടാമറോൻ്റെ ലെൻസും ഈ സോണിയുടെ ക്യാമറയും കൂടി ആയിട്ട്, അതായത് A7C. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫവാസ് യൂസ് ചെയ്യുന്നത്, അഡോപിക്സ് യൂസ് ചെയ്യുന്ന ഇതാണ്. എനിക്കൊരു പ്രൈം ലെൻസൊക്കെ യൂസ് ചെയ്ത് ഞാൻ അങ്ങനെ മടുത്തതുകൊണ്ട് എനിക്കൊരു എന്താ പറയട്ടെ, ഒരു ഫിക്സഡ് അപ്രൈസറിലുള്ള ഒരു വേരിയബിൾ ലെൻസ് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഒരു ലെൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ക്യാമറ ഞാൻ ചൂസ് ചെയ്യാനുള്ള ഏക കാരണം ഈ ഒരു ഫ്ലിപ്പ് സ്ക്രീനാണ്. അതായത് ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്തും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലിപ്പ് സ്ക്രീൻ വേണം. സോണി A7 IIIക്കകത്ത് ഈ ഒരു ഫ്ലിപ്പ് സ്ക്രീൻ ഇല്ല. പക്ഷേ അതിന് പകരം അത് സോണി A7 IIIനെ ഒരു കോമ്പാക്ട് സൈസിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതായത് നമ്മുടെ സോണിയുടെ തന്നെ A6400ൻ്റെ അതേ ഓൾമോസ്റ്റ് സൈസൊക്കെ ഉള്ളൂ ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത്. ഇതൊരു ഫുൾ ഫ്രെയിം ക്യാമറയാണ്. ആൻഡ് പ്രൈസ് അറൗണ്ട് ഒരു 1,45,000 സംതിങ് വരും. അതുപോലെ തന്നെ ലെൻസിന് ഒരു 85,000 സംതിങ് വരും. ആൻഡ് ഈ ഒരു സാധനം നമ്മുടെ നാട്ടിലൊന്നും അവൈലബിലിറ്റി ഇല്ലായിരുന്നു, ഒരിടത്തും കിട്ടൂലായിരുന്നു. ഈ ക്യാമറ എനിക്ക് സംഘടിപ്പിച്ച് തന്നത് നമ്മുടെ ടെക്ടോക്ക് ബൈ ഹരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലെ ഹരീഷേട്ടനാണ്. ബിഗ് താങ്ക്സ് ടു ഹരീഷേട്ടൻ. കാരണം അദ്ദേഹം ഇല്ലാതുണ്ടെങ്കിൽ ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടാൻ 3-4 മാസം എടുത്തേനെ. നമ്മുടെ കണ്ണൂരുള്ള വീഡിയോ ലിങ്ക്സിൽ നിന്നാണ് പുള്ളിക്കാരന് ഇത് എനിക്ക് സെറ്റാക്കി തന്നത്. അപ്പോൾ ഹരീഷേട്ടാ, താങ്ക് യു. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കുറേ വീഡിയോസിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ക്വാളിറ്റി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റിയോ, ലൈറ്റ് വാങ്ങിച്ചോ, അത് വാങ്ങിച്ചോ, ഇത് വാങ്ങിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 4Kയിലാണ്. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, 4Kയിലാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഷൂട്ടാവുന്നത്. അപ്പോൾ എന്തായാലും ക്യാമറ വാങ്ങിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തേക്കാം.
ഫൈനലായിട്ട് എടുത്തു പറയാനായിട്ടുള്ള കാര്യം, താങ്ക്സ് ടു യു ഗൈസ്, അതായത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ പേരും. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, താങ്ക് യു സോ മച്ച്. ലൈക്ക് ഒരു കാനൺ 200D തുടങ്ങി ഈ ഒരു എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്ന ഈ ഒരു ക്യാമറയിൽ ഞാൻ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ് സാധിച്ചു തന്നത്. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് എനിക്ക് തന്ന ആ ഒരു കെയർ, ലവ്, ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് ഈ ഒരു ക്യാമറ എൻ്റെ കയ്യിലിപ്പോൾ പിടിച്ചുകൊണ്ട് നിൽക്കാൻ തന്നെ പറ്റുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇതേപോലെ ഒരു സെറ്റപ്പിൽ, ഒരു കംപ്ലീറ്റ് സെറ്റപ്പിൽ എൻ്റെ ഡ്രീം മൈക്ക് ഇതെല്ലാം വെച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്ന സപ്പോർട്ട് തന്നെയാണ്. അതായത് എൻ്റെ ഡ്രീം ലൈക്ക് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയം മുതൽ എൻ്റെ ഡ്രീമായിട്ടുള്ളൊരു മൈക്രോഫോണിലാണ് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ക്യാമറയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി, വാഴ്ത്തുക്കൾ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയ്ക്ക് പുറകിൽ ഒരുപാട് ദിവസത്തെ എഫേർട്ട് ഉണ്ട്. കാരണം S-Log2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോക്ക് പ്രൊഫൈലിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. അതിനെ കളർ ചെയ്തെടുക്കാൻ പെട്ട പാട് എനിക്കും നമ്മുടെ പിള്ളേർക്കും ദൈവത്തിനും മാത്രമേ അറിയാവൂ. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.